ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറഞ്ഞ ചേരുവയിൽ വീട്ടിൽ എപ്പോഴും കാണുന്ന ഐറ്റംസ് മാത്രം വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ക്യാരമൽ പാൽ വായിക്കുന്ന റെസിപ്പിയാണ്. പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. ഒട്ടും പിരിഞ്ഞു പോകാതെ ഈ ഒരു പാൽ വായിക്ക എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് നിറച്ചിട്ട് തന്നെ ചവ്വരി എടുത്തിട്ടുണ്ട്. സാഗോണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ വലിയ ബോൾസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ കയ്യിൽ ചെറുതാണെങ്കിൽ അതായിരുന്നാലും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പിൻ്റെ അടുത്തായിട്ട് നല്ല തിളച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. തിളച്ചിട്ടുള്ള വെള്ളം ചേർക്കുന്നത് പെട്ടെന്ന് സോക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 20 മിനിറ്റ് നന്നായിട്ട് കുതിരാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ കുതിർത്തിയെടുത്തിട്ടുള്ള ആ ഒരു ചവ്വരി മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2-3 മിനിറ്റ് നല്ല പോലെ വേവിച്ചെടുക്കാം. കുതിർത്തിയെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെയാണ് വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടും അടുക്ക് പിടിക്കാതെ കിട്ടുകയും ചെയ്യും. ചവ്വരിത നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിക്കായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വെന്തോ ഇല്ലേ അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതിയാകും. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ് ആവശ്യമായിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും. ആ ഒരു നേന്ത്രപ്പഴം മൊത്തത്തിൽ ഇവിടെ ചെറുതായിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ക്യൂബായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതെവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ നെയ്യൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ. ആ ഒരു അണ്ടിപ്പരിപ്പ് നല്ല പോലെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നാൽ ഇതിലേക്ക് മുന്തിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ മുന്തിരിയൊക്കെ ഒന്ന് പൊങ്ങിയിട്ട് വന്നാൽ മൊത്തത്തിൽ ഇതിന് ആ ഒരു നെയ്യിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇനി ബാക്കി വന്നിട്ടുള്ള ആ ഒരു നെയ്യിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. ഒത്തിരി ഡാർക്ക് കളറാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകും. പഴം നല്ല പോലെ തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും ഉടഞ്ഞു പോകാതെ ഇങ്ങനെ വിട്ട് കിട്ടുന്ന രീതിയിൽ വേണം വാട്ടിയെടുക്കാനായിട്ട്. ഉടച്ചിട്ടെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് സെയിം പാനിലേക്ക് തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പാനിൻ്റെ അടിഭാഗത്തായിട്ട് നേരത്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാകും. ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ക്യാരമലായിട്ട് കളർ ചേഞ്ചായി തുടങ്ങുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് പഞ്ചസാര നല്ല പോലെ മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. പഞ്ചസാര നല്ല പോലെ മെൽറ്റായിട്ട് നല്ല ക്യാരമലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ഡാർക്ക് കളറാക്കാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ ഒരു കഴിക്കുന്ന ടേസ്റ്റാകെ ഉണ്ടാകുക. ഇനി ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 500 ml ഒരു പാക്കറ്റ് പാല് മൊത്തത്തിൽ ഇവിടെ ചേർത്തിട്ടുണ്ട്. പിന്നെ പാല് ചേർക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. പിന്നെ പതുക്കെ വേണം ചേർക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് തെറിക്കും. ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ക്യാരമൽ പാലൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. പാലിതാ ക്യാരമൽ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചവ്വരി മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ. ഏകദേശം 1 മിനിറ്റ് നല്ല പോലെ പാല് കിടന്നിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും. ഒത്തിരി തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കട്ടിയായിട്ട് വരികയും ചെയ്യും. ഈ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാനായിട്ട്. ഒത്തിരി കട്ടിയാക്കി എടുക്കണ്ട. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നേരത്തെ ഒരു വാട്ടി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സറിന് ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ഇനി എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് വരട്ടെ. ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ട് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ ആ ഒരു നെയ്യിൽ വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാൽവായ്ക്ക റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാനായിട്ട്. കുറച്ച് ലൂസിലെടുത്താൽ തണുത്ത് കഴിഞ്ഞാൽ നല്ല പോലെ തിക്കായിട്ട് വരികയും ചെയ്യും. പിന്നെ ഇതുപോലെ ലൂസിൽ കുടിക്കാനാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇനി തിക്കായിട്ട് കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു രീതിയിൽ എടുത്താൽ മതിയാകും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ ഈ ഒരു തിക്നെസ്സിലാണ് ഉണ്ടാകുക. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ വായിക്കുന്ന റെസിപ്പിയാണ്. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒത്തിരി തിളപ്പിച്ചെടുക്കാതിരുന്നാൽ മതിയാകും. ഏകദേശം ഒരു 3 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. ഇനി ചെറിയ ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഒരു 4 പേർക്കൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ക്യാരമൽ ഫ്ലേവറിൽ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.
വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്